കണ്ട രാവിലെ എണീറ്റപ്പോഴുള്ള കാഴ്ചയാണിത്. ഒരു രക്ഷയില്ലാത്ത കാറ്റാട്ടോ അവിടെ, എമ്മാതിരി കാറ്ററിയോ. കാരണം വണ്ടി ഇങ്ങനെ കുലുങ്ങുന്നുണ്ട് നമ്മൾ ഉള്ളിൽ കിടന്ന സമയത്ത്. കേട്ടോ ഞങ്ങൾ നല്ല നൈസായിട്ട് ബാക്കിൽ കിടന്നു. അടിപൊളിയായിട്ട് കിടക്കാൻ പറ്റിട്ടോ. അതിൽ പോയിട്ട് കുളിക്കണം, നല്ല ക്ലിയർ വെള്ളമാണ്, അപ്പം അടിപൊളിയായിട്ട് കുളിക്കാൻ പറ്റും. എന്തായാലും നല്ല കിടിലൻ സ്പോട്ടിലൊന്നാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്. നമ്മൾ നൈസായിട്ടൊന്ന് കുളിക്കാൻ വന്നിട്ടോ. വെള്ളം നോക്കി നിങ്ങളുടെ വെള്ളം നല്ല അടിപൊളി ക്ലിയർ വെള്ളം. അപ്പോൾ നമുക്ക് സെൻറ്ററിലേക്ക് പോയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ സുഖമായിട്ട് കുളിക്കാം, ഈ വ്യൂവും കണ്ടാണ്ട്. ചെറുതായിട്ടുള്ളൊരു ചാറ്റൽ മഴ ഉണ്ട്, ചങ്കണ്ടില്ല അവിടെ. നല്ല തണുത്ത കാറ്റും അതുപോലെ തന്നെ ചാറ്റൽ മഴ ഉണ്ട്. അതേ സമയം നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ചൂടിട്ട വെള്ളത്തിൻ്റെ അടിയിൽ അല്ലേ, ഹോട്ട് സ്പ്രിങ്ങിൽ കുളിക്കുന്ന പോലെ അല്ലേ. എന്താ വൈബ് അറിയോ, ഒരു രക്ഷയില്ല കേട്ടോ സംഗതി. കുളിക്കാൻ വൻ വൈബ്. നമുക്ക് പഴന വേണമെങ്കിൽ ക്രോസ് ചെയ്യാം നടന്നിട്ട്, ഒഴുക്കുള്ള വെള്ളമാണ് കണ്ടില്ലേ. അതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് എന്താ ചെയ്യുക, വൃത്തിയിൽ നമുക്ക് കുളിക്കാം. അത് എന്ത് ചൂടറിയോ. ഞാൻ ഇങ്ങനെ ആലോചിക്കട്ടെ, എത്ര നദിയിൽ ഞാൻ കുളിച്ചറിയോ. അതായത് ഈ ഇന്ത്യത്തെ പ്രമുഖമായിട്ടുള്ള കുറേ നദികളിൽ ഞാൻ കുളിച്ച്, കുറേ എന്താ പറയുക ഡാമിൽ കുളിച്ച്, അങ്ങനെ വെള്ളച്ചാട്ടത്തിൽ കുളിച്ച്, പുഴയിൽ കുളിച്ച്, പുഴയിലല്ല കുളത്തിൽ കുളിച്ച്. എന്തായാലും വൻ എക്സ്പീരിയൻസ് കേട്ടോ. കുളിയും തിരുമ്പലും ഇതൊക്കെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നടാ ഈ ട്രിപ്പിൽ. കാരണം നല്ല നല്ല സ്ഥലത്തല്ലേ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കുക. പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ എന്താ പറയുക വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് തന്നെ കുളിക്കലും ഡ്രസ്സ് വാഷ് ചെയ്യലും ഇതൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവങ്ങളാണ് എനിക്ക് ഈ ട്രിപ്പ് സമ്മാനിച്ചിട്ടുള്ളത്. ഞാൻ അത്രയും എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു ട്രിപ്പ് കൂടിയാണ്. അങ്ങനെ സ്മിത തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കുകയാണ് എങ്ങോട്ട് പോകണം എന്നുള്ളത് അല്ലേ. ഫുഡ് കഴിക്കണം, ആദ്യം ഭക്ഷണം കഴിക്കണം. Today we are going to see all the places of Shantiniketan. Yes. Shantiniketan is basically Rabindranath Tagore's place where he has established his university called Vishwabharati. It's a place where it's very famous for arts, teaching arts. Like people do dance, singing and drawing, sculpture, BA, BCom, Master, BA, MA, PhD, and from all over the world people will come. Actually artists are coming here to doing their PhD and all. So this is a very cultural place. We are going to see all type of cultural festival, fair, music, or baul music, which is a folk music of Bengal. So we'll have a lot of fun. Yes. Please keep watching. നമ്മൾ ഇതുവരെ കണ്ടുവന്ന വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗങ്ങളെ പോലെയല്ല ഈ ഭാഗം എന്ന് പറയുന്നത്. ഒന്നുകൂടിയും മെച്ചപ്പെട്ടിട്ടുള്ള എന്താ പറയുക ജീവിത രീതിയാണ് ഇവർക്കുള്ളത്. അത് മാത്രമല്ല ഒന്നുകൂടിയും നമുക്ക് നല്ല നല്ല കടകളും ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. വേറെ തന്നെ ഒരു നേച്ചറാണ്, വൈബാണ് കേട്ടോ, ഒരു പ്രത്യേക വൈബ്. പിന്നെ എന്തായാലും നമുക്ക് നോക്കാം, ആർട്സ് കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ആർട്സിനും ഇതിനൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം ആയതുകൊണ്ട് തന്നെ നമുക്ക് പല സ്ഥലങ്ങളിലും നല്ല നല്ല ആർട്ടിസ്റ്റിനെ കാണാൻ പറ്റും. അത് മാത്രമല്ല ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങോട്ട് എന്താ പറയുക ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ടും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരാറുണ്ട്. നമ്മളെ നാട്ടിൽ തന്നെ ഒരു മൂടാ കിട്ടുന്നല്ലേ. ഇന്ന് നല്ല അടിപൊളി വെതറാണ്, അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഡ്രൈവ് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് ചെയ്യാം. മഴ പെയ്യൊന്നുമില്ല, മഴക്കാലം മൂടി നല്ല തണുത്ത കാറ്റും അടിച്ചിങ്ങനെ ആസ്വദിച്ച് ഓടിക്കാൻ പറ്റുന്ന ദിവസമാട്ടോ. കൊള്ളാം, ചെറിയ ചെറിയ റോഡുകൾ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇനി എന്താണ് കാണാനുള്ളതൊക്കെ നമുക്ക് ഇനി പോയി കാണുക തന്നെ വേണം. ഞങ്ങൾ എന്തായാലും നല്ല എക്സൈറ്റഡാണ് ഇങ്ങോട്ട് വന്നത്. ഗൈസ് നോക്കി നിങ്ങൾ, ഈ ഒരു സ്ഥലത്ത് അയണിൻ്റെ കണ്ടന്റ് കൂടുതലാണെന്ന് പറഞ്ഞത്. ഇവിടുത്തെ ചെടികൾ ഈ ഒരു ടൈപ്പ് ഇതുണ്ടല്ലോ, എന്തായാലും പറയാം പെറ്റൽ ലീവ്സോ, അതെന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് ഈ പച്ചപ്പിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ തിളങ്ങി കിടക്കുകയാണ് ആ കളറ്. നമുക്ക് എന്തായാലും ആയിക്കൂടെ പോയേക്കണം വരുമ്പോൾ. അപ്പോൾ നമുക്ക് എന്തായാലും സ്ട്രൈറ്റ് പോവാം. ഇവിടെ ശ്രദ്ധിച്ച കാര്യം എന്താ വെച്ചാൽ ഒന്നുകൂടി റിമോട്ടായിട്ടുള്ള സ്ഥലമാണ്. അത് മാത്രമല്ല നല്ല രീതിയിൽ പീസ്ഫുൾ ആട്ടോ അല്ലേ. വലിയ സീനോ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ റോഡുകൾ. നമ്മളിങ്ങനെ ഗ്രാമത്തിൻ്റെ അകത്തൂടെ ഇങ്ങനെ പോവാണ്.
ഏതൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. I was not getting the train. യെസ് നോക്കി നിങ്ങള് ഇങ്ങനെ മരങ്ങളൊക്കെ ആയിട്ട് നടത്താനൊരു ഭംഗിട്ടോ. ഇവിടെ കുറെ പനമരങ്ങളുണ്ട് അല്ലേ, പന കണ്ട പന നമ്മളിവിടെ കാണുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഇതും ഈന്തിന്റെ മരവും. നിർത്തിയാട്ടോ ചുമ്മാ വണ്ടി ഒന്ന്. കൊള്ളാം, ഒരു വേറെ തന്നെ ഒരു സൗന്ദര്യം. വാവ് എന്ന് പറഞ്ഞാണ്ട് സംഭവമാക്കുന്നൊന്നുമില്ല, പക്ഷേ എന്താ പറയുക, ഈ വെതറും ഈ ലുക്കും എല്ലാം കൂടിയും നമ്മളെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഈ സ്ഥലത്തെ. നമുക്കങ്ങനെ ഫുഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ലഞ്ചിന് കൊള്ളാൻ പറ്റുന്ന റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് ഞങ്ങൾ രാത്രി ലഞ്ച് കഴിക്കാൻ വിചാരിച്ചു. എന്താ പറയുക, ഒരു ഫുഡായിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടോ. നമുക്ക് റവൻ്റെ പോലത്തെ എന്തോ ഒരു സാധനം ഇട്ടാണ് ഉണ്ടാക്കിയൊക്കെ അറിയാം. ഒരു പീസ് എന്താ എന്താ വെജിറ്റബിൾ ആണല്ലോ ഉരുളയുടെ. ഇവിടെ നമ്മൾ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ നല്ല ഗീ കൊടുക്കുന്നുണ്ടോ. ഇത് നമ്മൾ ചൂടുള്ള ചോറിലേക്ക് ഒഴിച്ചിട്ട് കഴിക്കുകയാണ് വേണ്ടത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. ലിറ്റിൽ ബിറ്റ് സോൾട്ട് നോ ഐ വിൽ ആഡ് ഇറ്റ്. അമർകുട്ടീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ ഓരോ ആൾക്കാരുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴും അവരുടെ കുറേ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, സോ വി ക്യാൻ ഏബിൾ ടു സീ ഓൺലി വെസ്റ്റ് ബംഗാൾ ആർട്ട് വർക്ക്. ഓക്കെ, രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ സ്റ്റാച്ചു ആണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇവിടെ. എന്തായാലും കൊള്ളാട്ടോ, നോക്കി നിങ്ങൾ, അടിപൊളി സ്ഥലം. നമ്മളുടെ ഷൂവും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്ത് വെക്കണം. നമ്മളെ കുറേ പഠിക്കാനുണ്ട് കേട്ടോ. എന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബിഗൻ ഒബ്സർവിങ് ദ 26th of January ആസ് ഇൻഡിപെൻഡൻസ് ഡേ ഫ്രം ദ ഇയർ 1930 അറ്റ് അമർകുട്ടീർ. മനോരഞ്ജൻ ദത്ത, ഫസ്റ്റ് സെക്രട്ടറി ഓഫ് അമർകുട്ടീർ, പ്രിസൈഡ്സ് ഓവർ ദ മീറ്റിംഗ് ഓഫ് കൃഷക് സഭ. ശരിക്കും ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള കുറേ റെവല്യൂഷൻസൊക്കെ ഈ സ്ഥലത്ത് നിന്ന് നടന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കുറേ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇവരൊക്കെ അതെ ഈ ഏരിയയിൽ നിന്നുള്ള ഫ്രീഡം ഫൈറ്റേഴ്സ് കേട്ടോ. അതായത് ആൻഡമാൻ നിക്കോബാർ ജയിലിൽ ഇവരൊക്കെ 1938 മുതൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. രാമാനി മോഹൻ ഗാംഗുലി കണ്ടില്ലേ. ബിർബം ഡിസ്ട്രിക്റ്റ് അടുത്തന്നെ പറയാം, ബോർപൂർ അല്ല, എന്നാലും മാറി പറഞ്ഞാണ്. ബിർബം ഡിസ്ട്രിക്റ്റിലാണ് ശരിക്കും ഈ ശാന്തിനികേതൻ പറഞ്ഞ സ്ഥലം വരുന്നത്. ഇപ്പം നിലവിൽ ഇത് കണ്ടില്ല, ഇവിടെ പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ സൊസൈറ്റി ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻ 1979 ആസ് എ സെൽഫ് സപ്പോർട്ടഡ് വോളണ്ടറി ഓർഗനൈസേഷൻ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ്. സിൻസ് the society has been organizing training and production of traditional handicrafts of the district and now support more than 1,000 of artisans with marketing, technical improvement, design development. And the women entrepreneurs are encouraged for incubation of self-help business organization at a micro level. ഉണ്ടോ, അതാണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിലാസ് ഇവിടുത്തെ ഹാൻഡിക്രാഫ്റ്റ്സ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ട് കേട്ടോ ഷോപ്പ് ചെയ്യാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉണ്ട്. ഇവിടുത്തെ കുറേ ആൾക്കാരുണ്ടാക്കുന്ന ഡ്രസ്സസും അതുപോലെ തന്നെ സാരീസൊക്കെ അവർ കൈകൊണ്ട് ഇതാക്കുന്ന സെറ്റപ്പാണ്. പിന്നെ കുറേ ബാഗ് അത് ഇതൊക്കെ ആയിട്ട് കുറേ സംഗതികളുണ്ട്. എന്തായാലും കൊള്ളാം. അതിനുള്ളിൽ ക്യാമറ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല അധികം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി നേരെ പോവാണ്. ഈ ശാന്തിനികേതത്താണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിൽ കേട്ടോ. അതിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റ്സും പല ഭാഗങ്ങളിലായിട്ടും ഈ ചുറ്റുവട്ടത്തിനാണ് ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് പോയി കാണാനുള്ളത്. ഓരോന്നിൻ്റെയും ഡാൻസിൻ്റെതും പാട്ടുണ്ടും അങ്ങനെയൊക്കെ ആയിട്ട്. ഇപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് വന്നിട്ടാണ്, ശ്രീജനി ശില്പഗ്രാമക്ക് വന്നതാണ് നമ്മളിപ്പം. എന്തായാലും നമുക്ക് നോക്കാം. ഒരാൾക്ക് 20 രൂപ കേട്ടോ, ടോട്ടല് 60 രൂപ. അവിടെയാണ് ടിക്കറ്റ് കൗണ്ടറുണ്ട്. നമ്മൾ അകത്തേക്ക് കയറി ഇവിടെ it's a big place. What is all about this place? All the states of West Bengal
and their culture, especially according to their huts, how the huts of Darjeeling, how original representation of their huts. ഓക്കെ. So one സോ നമുക്ക് ഓരോ ഇവിടുത്തെ ഓരോ സ്റ്റേറ്റിലുള്ള ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെ അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തിൻ്റെയുള്ള പ്രോപ്പർ നമുക്കൊരു ഐഡിയ കിട്ടും കേട്ടോ, ആർട്സ് ബേസ്ഡ് ആയിട്ടുള്ള. ഇവിടെ പോകുന്ന വഴിയിലൊക്കെ ഓരോ തൂണ് കൊടുത്ത് ടൈമിൽ ഓരോ സെറ്റപ്പ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ. പുത്തുൽഗാർ പോയേക്കാം. യെസ്. available in West Bengal, the Kathakali and Chou. ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസ് ഉണ്ട് നമ്മളെ കഥകളി പോലത്തെ, അങ്ങനത്തെ അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് കണ്ടത്. ശരിക്കും ആർട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, അതിന് താല്പര്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ കൾച്ചറിനെ കുറിച്ചിട്ട് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ കൾച്ചറിനെ കുറിച്ചിട്ട് ഇങ്ങനെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് അല്ലേ. നോക്കി നിങ്ങൾ ഓരോ വീട് പോലെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെതും നമ്മൾ ഓരോ സ്ഥലത്ത് പോയിട്ട് വേണ്ടി വരും കാണാൻ കേട്ടോ. ഒന്നും പറയല്ല, ചെയ്ത് വെച്ച് ഇതിനുള്ള വർക്ക് തന്നെ നോക്കി നിങ്ങൾ എന്താ അട്രാക്റ്റീവ് അറിയാം കാണാൻ. യാ യെസ്, അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ അതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അതേപോലെ ഇതൊന്നും പറയാലോ കേട്ടോ. ബംഗാളി ആർട്ട് ഫോം, ദിസ് ഈസ് റിയലി നൈസ് ആക്ച്വലി. യാ ഇതൊക്കെ നോക്കി നിങ്ങൾ എന്താ അല്ലേ. ഇതാണ് കേട്ടോ പാരമ്പരിക് ഗർ. സംസ്ഥാന വൈസ് ഉണ്ട് കേട്ടോ ഇവിടെ. നോക്കിയത് ഇത് ജാർഖണ്ഡിൻ്റെതാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് നോക്കാം ജാർഖണ്ഡിൻ്റെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സെറ്റപ്പ്. നമ്മളേതായാലും ജാർഖണ്ഡിലേക്കാണ് പോകുന്നത്. ഓക്കെ, യാ ഗോട്ട് ഇറ്റ്. നോക്കി നിങ്ങൾ yeah, so many in one. ഇത് മണിപ്പൂരിൻ്റെ കേട്ടോ. മണിപ്പൂര് പറയാൻ പറ്റൂല, മണിപ്പൂർ കുറേ ട്രൈബൽസ് ഉള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് വെറൈറ്റി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ അധികം ട്രൈബൽസിൻ്റെ ഒക്കെ ആയിരിക്കും കേട്ടോ. ദിസ് ഈസ് ആൻഡമാൻ. ആൻഡമാനിൽ കടലല്ലേ. They came from Kerala. They're traveling all India. So they don't understand. അങ്ങനെ നമ്മൾ ത്രിപുരയിലേക്ക് കിടക്കട്ടോ. സർഫിലേ ത്രിപുര പോകാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് ത്രിപുരൻ്റെ കുറച്ച് കൾച്ചർ കാണാൻ പറ്റി. അപ്പോൾ പോയി കാണാം കേട്ടോ നമുക്ക്. ഇനി അവരുടെ കുറേ ചരിത്രങ്ങളും ഒക്കെ പഠിക്കാണ്ട്. ബീഹാറിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടതല്ലടാ നമ്മൾ വില്ലേജിൽ.
പണ്ടത്തേക്കാൾ കുറച്ചുകൂടി മാറ്റം ഇപ്പം നമുക്ക് അതിൽ കാണാൻ പറ്റും. കേരള ഇസ് നോട്ട് ഡിസ്ക്രിമിനേഷൻ ദാറ്റ്സ് വാട്ട് ഐ ക്യാൻ സേ. This is Bengal. അപ്പോൾ ഇതാണ് ബംഗാൾ കേട്ടോ. ബംഗാളിലേക്ക് നമ്മൾ വന്ന് ബംഗാളിന് കുറച്ചുകൂടി സ്പേസ് ഉണ്ട് ഇല്ലേ. നമുക്ക് ഇങ്ങോട്ട് നോക്കട്ടോ. അവർ രണ്ടുപേരും ഇതാ അവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. എന്തായാലും കൊള്ളാട്ടോ. നമുക്ക് കുറേ സംസ്ഥാനത്ത്, കേരളം ഇവിടെ ഇല്ല, കുറേ സംസ്ഥാനത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ടൈം എടുത്ത് കാണേണ്ട സംഗതിയാണ് കേട്ടോ. ഇതെല്ലാം കൂടി കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബോറടിക്കും, എനിക്കറിയാതെ. അപ്പോൾ അതുകൊണ്ട് ഞാനും അത് ചെയ്യാൻ നിൽക്കുന്നില്ല. എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറേ ലെങ്തി ആയി പോകും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതിലേക്കും ബൈ ഗൈസ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് കയറി ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ശാന്തി നികേതത്തിൽ.